എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കി അക്കാദമിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ മിഡ് വൈഫറി, അതായത് നിങ്ങളുടെ എക്സാമിനുള്ള സിലബസിന് അനുസരിച്ച് മിഡ് വൈഫറി എന്ന് വരുന്ന സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പം എല്ലാവരും റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്, ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ടാണ് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓർഗൻ പ്രൊഡ്യൂസസ് sperm ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ? ഏത് ഓർഗൺ ആണ് സ്പേമും ടെസ്റ്റോസ്റ്റിറോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊരു കാര്യം അറിയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ്, 4 ഒബ്ജക്റ്റീവ്സ് ആണ് ഉണ്ടാവുന്നത്. ഈ 4 ഒബ്ജക്റ്റീവ്സിൽ പല ഒബ്ജക്റ്റീവ്സ് നമുക്ക് കാണുമ്പോൾ ഇതാണോ കറക്റ്റ് ആൻസർ, ഇതാണോ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഓക്കെ, അപ്പൊ ഇതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ദ ഓർഗൻ പ്രൊഡ്യൂസർ സ്പേമും, അല്ലെ, സ്പേമും കൂടാതെ ടെസ്റ്റോസ്റ്റിറോണും എന്ന് പറഞ്ഞത് കൊണ്ട് സ്പേമും ടെസ്റ്റോസ്റ്റിറോണും, അല്ലെ. ഇനി സ്പേമിന് നിങ്ങൾ ഓർഗൻ മറന്നുപോയാൽ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക്, അല്ലെ, അതിൽ തന്നെ ആ ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ടെസ്റ്റ്, കണ്ടോ, ടെസ്റ്റോസ്റ്റിറോൺ എന്നാണ്. അപ്പം ഇത് ആ ഒരു 4 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്: പെനിസ്, സ്ക്രോട്ടം, ടെസ്റ്റിസ്, എപ്പിഡൈഡിമിസ്. ഓക്കെ, ആ 4 ഒബ്ജക്റ്റീവ്സിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. എന്തായിരുന്നു ആൻസർ എന്ന് പറയുന്നത്? ടെസ്റ്റിസ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏത് ഓർഗൻ ആണ് സ്പേമും ടെസ്റ്റോസ്റ്റിറോണും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇനി ഒരു റാഷണൽ നമ്മുടെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദ ടെസ്റ്റിസ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ബോത്ത് സ്പേം ആൻഡ് ദ മെയിൽ സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. അതായത് ടെസ്റ്റിസ് ആണ് ഈ സ്പേമും കൂടാതെ ടെസ്റ്റോസ്റ്റിറോൺ, മെയിൽ സെക്സ് ഹോർമോൺ ആയ ടെസ്റ്റോസ്റ്റിറോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ടെസ്റ്റിസ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചില്ല. ദ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓർഗൻ പ്രൊഡ്യൂസസ് സ്പേം ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ. 4 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്: പെനിസ്, സ്ക്രോട്ടം, ടെസ്റ്റിസ്, എപ്പിഡൈഡിമിസ്. ആൻസർ എന്തായിരുന്നു? ടെസ്റ്റിസ്. കാരണം എന്താ? സ്പേമും പുരുഷ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സ്ട്രക്ചർ സ്റ്റോർസ് ആൻഡ് matures sperm cells? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു സ്പേമും ടെസ്റ്റോസ്റ്റിറോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ടെസ്റ്റിസ് ആണ് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്: ആരാണ് ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്പേമിനെ മെച്യൂർ ചെയ്യുന്നത്, അല്ലെ, സ്റ്റോർ ചെയ്തിട്ട് അവരുടെ വളർച്ച പൂർത്തിയാകുന്നത് വരെ അവർക്കൊരു അഭയം കൊടുക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഓർത്ത് നോക്കിയേ: യുറേത്ര, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, എപ്പിഡൈഡിമിസ്. അപ്പൊ 4 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? യുറേത്ര നമുക്കറിയാം. യുറേത്ര എന്തിനുള്ളതായിരുന്നു? യുറേത്ര യൂറിൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെ. സെമിനൽ വെസിക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സെമിനൽ വെസിക്കിളിൽ കൂടിയാണ് ഈ ഒരു സ്പേമും സെമനൊക്കെ ഇങ്ങനെ കയറി വരുന്നതും, അല്ലെ. സെമിനൽ വെസിക്കിള് സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? സ്പേമിന് മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടും അവർക്ക് എനർജിക്ക് വേണ്ടിയിട്ടൊക്കെ. പ്രോസ്റ്റേറ്റ് ഇതേപോലെ തന്നെ ഒരു അഡ്ജസന്റ് സ്ട്രക്ചർ ആണ്. ഇത് തന്നെ ഒരു ന്യൂട്രിറ്റീവ് ഒരു ഫ്ലൂയിഡ് അവരും ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ദെൻ എപ്പിഡൈഡിമിസ് നിങ്ങൾ മറന്നോ? ആ ഒരു ടെസ്റ്റിസിന്റെ മേളിൽ വല കൂടിയ പോലെ കുറെ നാരുകൾ പോലെ ഓർത്തെടുത്തി ഒന്ന്. ആ ടെസ്റ്റിസിന്റെ മുകളിൽ ഇങ്ങനെ വല കൂട്ടി വെച്ച പോലെ കുറെ നാരുകൾ പോലെയുള്ള ഒരു സ്ട്രക്ചർ ഓർമ്മയില്ലേ? അവന്മാരെയാണ് നമ്മൾ എപ്പിഡൈഡിമിസ് എന്ന് പറയുന്നത്. അവന്മാരിലാണ് ഈ ടെസ്റ്റിസ് സ്പേം ഉണ്ടാക്കിയതിനു ശേഷം, അതായത് ടെസ്റ്റിസ് സ്പേം പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഈ സ്പേം നേരെ ടെസ്റ്റിസിൽ നിന്ന് വന്ന് ഈ എപ്പിഡൈഡിമിസിലാണ് അവരുടെ വളർച്ചാ കാലം പൂർണ്ണമാക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിഡൈഡിമിസിൽ. അപ്പൊ 4 ഒബ്ജക്റ്റീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്: യുറേത്ര, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, എപ്പിഡൈഡിമിസ്. അപ്പൊ എന്തായിരുന്നു കറക്റ്റ് ആൻസർ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് സ്ട്രക്ചർ, ഏത് സ്ട്രക്ചർ ആണ് സ്റ്റോർസ് ആൻഡ് മെച്യൂർ സ്പേം സെൽസ്? സ്പേം സെൽസിനെ സ്റ്റോർ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, സ്പേം സെൽസിനെ മെച്യൂർ ചെയ്യാനും കൂടെ അവന്മാര് സഹായിക്കുന്നുണ്ട്. അവിടെ ഒരു അഭയം കൊടുത്ത്, അല്ലെങ്കിൽ ഒരു സ്റ്റോറിങ് കൊടുത്തിട്ട്. അപ്പൊ ഏതായിരുന്നു ആൻസർ? എപ്പിഡൈഡിമിസ്. റാഷണൽ എന്ന് പറഞ്ഞത് എപ്പിഡൈഡിമിസ് സ്റ്റോർസ് ആൻഡ് അലോസ് സ്പേം ടു മെച്യൂർ, അത്ര തന്നെ. അതായത് എപ്പിഡൈഡിമിസ് ആണ് ഈ ടെസ്റ്റിസിൽ നിന്ന് വരുന്ന സ്പേമിനെ സ്റ്റോർ ചെയ്യുകയും അവന്മാരെ മെച്യൂരിറ്റിയിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നതും, കുറച്ചു കാലം അവിടെ നിന്നോ, നിങ്ങൾ മെച്യൂർഡ് ആയിട്ട് പുറത്തു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ആരാണ്? എപ്പിഡൈഡിമിസ് ആണ്. അപ്പൊ നമ്മുടെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് സ്ട്രക്ചർ സ്റ്റോർസ് ആൻഡ് മെച്യൂർസ് സ്പേം സെൽസ്?
4 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. യുറേത്ര, സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ്, എപ്പിഡൈഡിമിസ്. ഇതിലെ ആൻസർ എന്തായിരുന്നു? എപ്പിഡൈഡിമിസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ ട്യൂബ് ദാറ്റ് carries sperm from the epididymis to the urethra? അപ്പൊ ഓർത്ത് വെക്കേ, എപ്പിഡൈഡിമിസിൽ ആരിയ്ക്കാണ്? ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്ത സ്പേം എപ്പിഡൈഡിമിസിൽ വന്ന് മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അവന്മാര് മെച്യൂർ ഒക്കെ ആയി കഴിഞ്ഞു. ഇനി യുറേത്ര വരെ ഇവന്മാരെ എത്തിക്കണം. അത് ആരാണ്? ഏത് ട്യൂബാണ് ഈ സ്പേമിനെ എപ്പിഡൈഡിമിസിൽ നിന്നും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന യുറേത്രയിലേക്ക് എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഒബ്ജക്റ്റീവ്സിൽ പലതും നിങ്ങളെ സംശയം ഉളവാക്കുന്നതായിരിക്കും. 2 ഒബ്ജക്റ്റീവ്സ് എങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ 4 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. യുറേറ്റർ, വാസ് ഡിഫറൻസ്, സെമിനിഫെറസ് ട്യൂബുൾസ്, കോർപ്പസ് കാവറോനോസം. കോർപ്പസ് കാവർനോസം. അപ്പൊ 4 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ആരാണ് എപ്പിഡൈഡിമിസിൽ സ്റ്റോർ ചെയ്ത സ്പേം യുറേത്രയിലേക്ക് എത്തിക്കുന്ന ട്യൂബ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. യുറേറ്റർ, വാസ് ഡിഫറൻസ്, സെമിനിഫെറസ് ട്യൂബുൾസ്, കോർപ്പസ് കാവർനോസം എന്ന് പറയുന്ന 4 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആൻസർ എന്താണ്? വാസ് ഡിഫറൻസ് ആണ്. കറക്റ്റ് ആൻസർ എന്താണ്? വാസ് ഡിഫറൻസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ് ഡിഫറൻസ് ആണ് എപ്പിഡൈഡിമിസിൽ നിന്നും ഇജാക്കുലേഷന്റെ സമയത്ത് യുറേത്രയിലേക്ക് ആരെത്തിക്കുന്നത്? നമ്മുടെ സ്പേമിനെ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ട്യൂബെക്ടമി ഉണ്ട്, വാസെക്ടമി ഉണ്ട്. ട്യൂബെക്ടമി വാസെക്ടമി ഇപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. ട്യൂബെക്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് അതൊരു പെർമനന്റ് സ്റ്റെറിലൈസേഷൻ ആണ്, അല്ലെ? പെർമനന്റ് സ്റ്റെറിലൈസേഷൻ ആണ്, സ്ത്രീകളിലാണ് ചെയ്യുന്നത്. ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് കളയുന്ന ഒരു പ്രൊസീജിയറിനാണ് നമ്മൾ ട്യൂബെക്ടമി എന്ന് പറയുന്നത്. അതേസമയം എന്താണ് വാസെക്ടമി? ഇപ്പൊ മനസ്സിലായോ? വാസ് എക്ടമി. വാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാസ് ഡിഫറൻസിനെയാണ് വാസ് എന്ന് പറയുന്നത്. എക്ടമി എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവ് ചെയ്യുക, അല്ലെ? എക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യുക, മുറിച്ചു മാറ്റുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഓർത്ത് നോക്കി, പുരുഷന്മാരിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ വാസെക്ടമി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ വാസെക്ടമി? ദ റിമൂവലോ അല്ലെങ്കിൽ ആ ഒരു കട്ടിങ്, അല്ലെ? കട്ട് ചെയ്തിട്ട് സൂച്ചർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നു, അല്ലെ? ആ ഒരു സ്പേമിന്റെ ആ ഒരു യാത്രയെ നമ്മൾ തടസ്സപ്പെടുത്തുന്നു. അപ്പൊ എന്തായിരുന്നു? അപ്പൊ നമുക്ക് എന്തുകൊണ്ട് വാസെക്ടമിയിൽ വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്യുന്നു, വാസെക്ടമിയിൽ വാസ് ഡിഫറൻസിനെ റിമൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഈ വാസ് ഡിഫറൻസ് ആണ് എപ്പിഡൈഡിമിസിൽ നിന്നും സ്പേമിനെ എടുത്ത് യുറേത്രയിലേക്ക് കൊണ്ടുവരുന്നതും യുറേത്ര വഴി പിന്നെ ഇജാക്കുലേഷന്റെ സമയത്ത് എവിടേക്ക് എത്തും? സ്ത്രീ ശരീരത്തിൽ എത്തുകയും ചെയ്യുന്നു. അപ്പൊ ഈ വാസ് ഡിഫറൻസ് ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഒരു പ്രഗ്നൻസിയുടെ ചാൻസ് ഇല്ല, അല്ലെ? ഇപ്പൊ നമ്മള് എലി ചാവാൻ വേണ്ടിയിട്ട് വീട് മുഴുവൻ തീടേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ടെസ്റ്റിസ് മുഴുവൻ കളയേണ്ട ആവശ്യമില്ലല്ലോ. ഈ വാസ് ഡിഫറൻസ് മാത്രം കളഞ്ഞാൽ മതി. അപ്പൊ എന്തുണ്ടാവുന്നു? ബ്ലോക്കേജ് ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ ഒരു തടസ്സം ഉണ്ടായി. കാരണം അവർക്ക് പോകാനുള്ള വഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇതിൽ നിന്നും? ആരാണ് സ്പേമിനെ ക്യാരി ചെയ്ത് യുറേത്രയുടെ അവിടേക്ക് എത്തിക്കുന്നത്? ആരാണ്? വാസ് ഡിഫറൻസ്. മനസ്സിലായോ? ഇതിന്റെ ഇടയിൽ കൂടി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞായിരുന്നു. വാസെക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? വാസെക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർമനന്റ് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ആണ്. അത് പുരുഷന്മാരിലാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവൽ ഓർ കട്ടിംഗ് ഓഫ് വാസ് ഡിഫറൻസ് ഇൻ മെയിൽസ് ആണ് വാസെക്ടമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനും മനസ്സിലായി, നിങ്ങൾ ഓർത്തിരിക്കും, നിങ്ങൾ മറന്നു പോവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗ്ലാൻഡ്, ഏത് ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസസ് എ ഫ്ലൂയിഡ്? ഒരു ഫ്ലൂയിഡ് ആണ് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റിച്ച് ഇൻ ഫ്രക്ടോസ്, അല്ലെ? ഫ്രക്ടോസ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓർത്ത് നോക്കിയേ, നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രക്ടോസ്, അല്ലെ? അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ഇത്തിരിയും കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഇൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അല്ലെ? ഇൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം which gland produces a fluid rich in fructose? അത് ചുമ്മാ which gland produces fluid in rich in fructose എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ ക്വസ്റ്റ്യൻ വ്യക്തമായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണ് നിങ്ങൾ എഴുതുമ്പോ അതും കൂടെ കൂട്ടിച്ചേർക്കുക. എന്താണ് എഴുതേണ്ടത്?
in male reproductive system, which gland produces a fluid rich in fructose? എന്തുകൊണ്ടാണ് ഈ ഫ്ലൂയിഡ് ഫ്രക്ടോസ് റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്താണ്? കാരണം സ്പേമിന് സഞ്ചരിക്കണമെങ്കിൽ സ്പേമിന് 3 ദിവസത്തോളം അവന്മാർക്ക് നിലനിൽക്കേണ്ടതാണ് അല്ലെ, 3 ദിവസത്തോളം ഈ ഒരു അവന്മാർക്ക് ജീവൻ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവന്മാർക്ക് സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവര് ഒരു ഫ്രക്ടോസ് റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡിൽ കൂടിയാണ് ഈ യാത്ര ചെയ്യുന്നത്. അപ്പൊ അവർക്ക് യാത്ര ചെയ്യാനുള്ള ആ ഒരു എനർജി അതിൽ നിന്ന് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? ആരാണ് ഈ ഒരു ഫ്രക്ടോസ് റിച്ച് ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. 4 എന്ത് കൊടുത്തിട്ടുണ്ട്? ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. നോർത്ത് നോക്കിയേ, നിങ്ങളെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ പാകത്തിനേ വരുള്ളൂ. കാരണം എന്താ, ഗ്ലാൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ 2 ഗ്ലാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയി, ഏത് ഗ്ലാൻഡ് ആണ്? പക്ഷെ അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഫ്രക്ടോസ് റിച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾ, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്, ടെസ്റ്റിസ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾ, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്, ടെസ്റ്റിസ്. ഓക്കെ, ഇനി നോർത്ത് നോക്കിയേ, ഈ സെമിനൽ വെസിക്കിൾ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? സെമിനൽ വെസിക്കിളിലാണ് ഈ ഒരു ടെസ്റ്റിസിൽ നിന്ന് വരുന്ന സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നതും അവർ അവിടെ ഇരുന്നിട്ടാണ് മെച്യൂർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അവർക്ക് മെച്യൂർ ചെയ്ത് അവർക്ക് ആ ഒരു വയബിലിറ്റിയിലേക്ക് എത്താൻ, അവർക്ക് ആ ഒരു എനർജിയിലേക്ക് എത്താൻ ആരാണ് ഫ്ലൂയിഡ് കൊടുക്കുന്നത്? ആരാണ് ഫ്രക്ടോസ് റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരാണ്? സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിളിൽ നിന്നും ഈ ഒരു ഫ്ലൂയിഡോട് കൂടി അല്ലെങ്കിൽ ഈ ഒരു സ്പേമോട് കൂടി ക്യാരി ചെയ്യുന്നത് ആരായിരുന്നു? വാസ് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ആൻസർ? സെമിനൽ വെസിക്കിൾ. ആരാണ് ഫ്രക്ടോസ് റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഇൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരായിരുന്നു? സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിൾ തന്നെയായിരുന്നു സ്പേമിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോർ മെച്ചുറേഷൻ. അപ്പൊ റാഷണൽ എന്താണ്? സെമിനൽ വെസിക്കിൾ പ്രൊഡ്യൂസസ് ഫ്ലൂയിഡ് ദാറ്റ് നൗറിഷസ് sperm and contains fructose. ആ ഒരു സ്പേമിനെ നൗറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സെമിനൽ വെസിക്കിൾ ഉണ്ടാക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഫ്രക്ടോസ് റിച്ച് ആണ്. അപ്പൊ ഒന്നും കൂടി ഞാൻ ക്വസ്റ്റ്യൻ പറയാം. എന്തായിരുന്നു? വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് എ ഫ്ലൂയിഡ് റിച്ച് ഇൻ ഫ്രക്ടോസ്? എന്തൊക്കെയായിരുന്നു ഒബ്ജക്റ്റീവ്സ്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾസ്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ആൻഡ് ടെസ്റ്റിസ്. കറക്റ്റ് ആൻസർ എന്തായിരുന്നു? സെമിനൽ വെസിക്കിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following structures is not an external genital organ? ഇതിലെ എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻ അല്ലാത്ത സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിങ്ങളുടെ മനസ്സിലോട്ട് ഒന്ന് കൊണ്ടുവരാം. ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ 4 എണ്ണത്തിൽ ആരാണ് എക്സ്റ്റേണലി ഇരിക്കാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? പെനിസ് ഔട്ട്സൈഡ് ആണ്, സ്ക്രോട്ടം ഔട്ട്സൈഡ് ആണ്, എപ്പിഡൈഡിമിസ് ആൻഡ് ഗ്ലാൻസ്. ഇതിലെ ഇൻസൈഡ്, അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്ട്രക്ചർ ഈസ് നോട്ട് എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എപ്പിഡൈഡിമിസ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിഡൈഡിമിസ് ഈസ് ആൻ ഇന്റേണൽ ഓർഗൻ ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ ടെസ്റ്റിസ്. ടെസ്റ്റിസിന്റെ ബാക്കിലായിട്ടിരിക്കുന്ന ഒരു ഇന്റേണൽ ഓർഗൻ ആണ് എന്ത്? എപ്പിഡൈഡിമിസ്. അപ്പൊ എന്തായിരുന്നു? 4 ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. പെനിസ് എക്സ്റ്റേണൽ ആണെന്ന് അറിയാം, നമുക്ക് സ്ക്രോട്ടം എക്സ്റ്റേണൽ ആണെന്ന് പറയാം, അറിയാം. ഗ്ലാൻസ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ പറഞ്ഞു, ഗ്ലാൻസ് എന്ന് പറയുന്നത് ഒരു പെനിസിനെ മറ്റു പറയുന്ന വേറൊരു പേരാണ് ഗ്ലാൻസ് പെനിസ് എന്നൊക്കെ നമ്മൾ പറയും. ഗ്ലാൻസ് പെനിസ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ഇന്റേണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ആൻസർ? എപ്പിഡൈഡിമിസ്. അപ്പൊ എപ്പിഡൈഡിമിസിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു ഇല്ലേ? എപ്പിഡൈഡിമിസ് എന്തായിരുന്നു? സ്പേമിനെ മെച്യൂരിറ്റി എത്താൻ വേണ്ടിയിട്ട് അവന്മാര് സ്റ്റോർ ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്പേമിനെ മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രക്ടോസ് റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡും എപ്പിഡൈഡിമിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എപ്പിഡൈഡിമിസ് എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ സ്ട്രക്ചർ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ ഇടയ്ക്കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ പഠിച്ചായിരുന്നു. സ്പേം ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മറന്നുപോയോ? ആരാന്ന്? ടെസ്റ്റിസ്. ടെസ്റ്റോസ്റ്റിറോൺ ആരായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടെസ്റ്റിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദി സ്ക്രോട്ടം? സ്ക്രോട്ടത്തിന്റെ ഫങ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. പ്രൊഡ്യൂസ് സ്പേം, സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്റ്റോർ സ്പേം, സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നു. റെഗുലേറ്റ് ടെസ്റ്റിക്കുലർ ടെമ്പറേച്ചർ,
അല്ലെ? ടെസ്റ്റിക്കുലർ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു. നൗറിഷ് സ്പേമിനെ നൗറിഷ് ചെയ്യുന്നു. അപ്പൊ ഓർത്തോക്കെ 4 നമുക്ക് കൺഫ്യൂസിംഗ് ആണ്. പ്രൊഡ്യൂസ് സ്പേം. അപ്പൊ നമ്മൾ ചിന്തിക്കൂലേ, ശരിയാണല്ലോ, സ്ക്രോട്ടത്തിന്റെ ഉള്ളിലല്ലേ ഈ ടെസ്റ്റിസ് ഇരിക്കുന്നത്, അപ്പൊ പ്രൊഡ്യൂസ് സ്പേം വരില്ലേ? ചിന്തിച്ചൂടെ? ഞാൻ ചിന്തിച്ചായിരുന്നു കേട്ടോ. സ്റ്റോർ സ്പേം, ഞാൻ ചിന്തിച്ചായിരുന്നു. അപ്പൊ ഈ ടെസ്റ്റിസിന്റെ ബിഹൈൻഡ് ആയിട്ടല്ലേ, അല്ലെങ്കിൽ ഇവിടെ ആയിട്ടല്ലേ ഈ എപ്പിഡൈഡിമിസ് ഇരിക്കുന്നത്, അപ്പൊ ഈ സ്ക്രോട്ടം തന്നെയല്ലേ സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷേ കറക്റ്റ് ഫംഗ്ഷനെയാണ് ചോദിച്ചിരിക്കുന്നത്. സ്ക്രോട്ടത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? എന്തിനാ സ്ക്രോട്ടത്തിന്റെ ഫംഗ്ഷൻ? ആ ഒരു ടെസ്റ്റിസിനെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്ത് സ്പേം ഒന്ന് നശിച്ചു പോവാതെ കറക്റ്റ് അല്ലെ? എന്തുകൊണ്ടാണ് ടെസ്റ്റിസ് വയറിന്റെ ഉള്ളിൽ ദൈവം വെച്ചു കൊടുക്കാഞ്ഞത്? കാരണം ഈ സ്പേം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇച്ചിരി ചൂടടിച്ചാൽ മതി അവറ്റുങ്ങളൊക്കെ ചത്തുപോവാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഓഫ് സ്പ്രിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഈ ലോകത്തില്ല. ലോകം പെട്ടെന്ന് തന്നെ നശിച്ചു പോവും അല്ലെ? അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? ഈ ഒരു ടെസ്റ്റിസ് എന്ന് പറയുന്ന സംഭവം പുറത്തു വെച്ചത്. അപ്പൊ എന്തുണ്ടാവുന്നു? ചൂട് ക്രമീകരിക്കാൻ ബോഡിക്ക് പറ്റും. കാരണം കോർ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും വളരെ കുറവാണ് പുറത്ത് അല്ലെ? കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് എന്താ യൂറിനൊക്കെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അറിയാതെ നമ്മുടെ മേത്തൊക്കെ വീഴുമ്പോൾ എങ്ങനെയിരിക്കും? നല്ല ചൂടായിരിക്കും അല്ലെ? കോർ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ടാണ് ടെസ്റ്റിസ് പുറത്തു വെച്ചിരിക്കുന്നതും ആ ടെസ്റ്റിസിനെ ഒന്നും കൂടി സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടും കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ആര്? സ്ക്രോട്ടം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്ക്രോട്ടം? സ്ക്രോട്ടത്തിന്റെ ഫംഗ്ഷൻ എന്താ? അപ്പോ റെഗുലേറ്റ് ടെസ്റ്റിക്കുലർ ടെമ്പറേച്ചർ അല്ലെ? ടെസ്റ്റിക്കുലർ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുക എന്ന ഫംഗ്ഷൻ ആണ് സ്ക്രോട്ടത്തിനുള്ളത്. The scrotum maintains a temperature slightly lower than the body temperature for sperm development. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? The scrotum maintains a temperature slightly lower than the body temperature for sperm development. ഇത് മനസ്സിലായില്ലേ? അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The urethra passes through which organ? Which organ? ഒന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് ഒന്ന് പൊക്കിയേ. ഈ യുറേത്ര ഏത് ഓർഗന്റെ ഉള്ളിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്? ഏത് ഓർഗനാ? 4 ഇതാണ് കൊടുത്തിരിക്കുന്നത്. ടെസ്റ്റിസ്, പെനിസ്, പ്രോസ്റ്റേറ്റ്, സെമിനൽ വെസിക്കിൾ. എന്തായിരുന്നു ആൻസർ? ആൻസർ എല്ലാവർക്കും കിട്ടിക്കാണും. പെനിസ്. Rational, the urethra runs through the penis and expels both the urine and semen. അല്ലേ? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുറേത്ര എന്ന് പറയുന്നത് അവർക്ക് ഒരു ഓപ്പണിംഗേ ഉള്ളൂ അല്ലെ? യുറേത്രയാണ് കോമൺ ഓപ്പണിംഗ് ഫോർ ദ എക്സ്പെൽഷൻ ഓഫ് ഇൻ ദ യൂറിൻ ആൻഡ് ദ സെമൻ. രണ്ടിനും കൂടെ ഒരു ഓപ്പണിംഗേ ഉള്ളൂ. അത് പാസ് ചെയ്യുന്നത് ആരിൽ കൂടിയായിരുന്നു? ഏത് ഓർഗനിൽ കൂടിയായിരുന്നു? പെനിസിൽ കൂടിയായിരുന്നു. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദ യുറേത്ര പാസസ് ത്രൂ വിച്ച് ഓർഗൻ? ഏത് ഓർഗനിൽ കൂടിയാണ് യുറേത്ര പാസ് ചെയ്യുന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ടെസ്റ്റിസ് ഇപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായ എന്താണെന്ന്. പെനിസ്, പ്രോസ്റ്റേറ്റ്, സെമിനൽ വെസിക്കിൾ. ആരായിരുന്നു? പെനിസ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ടിഷ്യൂ ഫിൽസ് വിത്ത് ബ്ലഡ് ഡ്യൂറിങ് ആൻ ഇറക്ഷൻ? ഏത് ടിഷ്യൂ ആണ് ആ ഒരു ഇറക്ഷന്റെ സമയത്ത് ബ്ലഡുമായിട്ട് ഫില്ല് ചെയ്ത് ഇറക്റ്റഡ് ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്നത്? ഏത് ടിഷ്യൂസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ആ ഒരു സെക്ഷൽ ആക്ടിന്റെ സമയത്ത് പെനിസ് ഇറക്റ്റഡ് ആവും അല്ലെ? അതെന്തുകൊണ്ടാണ് ഇറക്റ്റഡ് ആവുന്നത്? അവിടത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ എല്ലാം കൂടും. ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടുമ്പോ ആണ് ഈ ഇറക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ബ്ലഡ് ഫ്ലോ കൂടി അവിടെ ഇറക്ഷൻ സംഭവിക്കുന്നത്? ബ്ലഡ് ഒക്കെ വന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? പൂൾ ചെയ്ത് ഫില്ല് ചെയ്യും ആ ടിഷ്യൂസിലെ. അപ്പൊ അതുകൊണ്ടാണ് ഇറക്റ്റഡ് ആവുന്നത്. അപ്പൊ ഏത് ടിഷ്യൂസ് ആണ് ഇങ്ങനെ ഒരു സംഭവത്തിന് കാരണമാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 4 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, ഗ്ലാൻസ് പെനിസ് എന്നാണ് പെനിസിനെ പറയുന്നത്. ഗ്ലാൻസ് ക്വസ്റ്റ്യൻ തന്നെ പെനിസിനെ കുറിച്ച് അല്ലെങ്കിൽ ഗ്ലാൻസിനെ കുറിച്ചല്ല ചോദിച്ചിരിക്കുന്നത്. ഏത് ടിഷ്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിപ്യൂസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോർ സ്കിന്നിനെയാണ് നമ്മൾ പ്രിപ്യൂസ് എന്ന് പറയുന്നത് അല്ല. ദെൻ കോർപ്പസ് കാവർനോസ. വാസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് ഇതിനോടകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വാസ്റ്റ് ഡിഫറൻസ് എന്തായിരുന്നു? ആ ഒരു എപ്പിഡൈഡിമിസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിൽ നിന്നും സ്പേമിനെ ക്യാരി ചെയ്ത് യുറത്ര വരെ എത്തിക്കുന്ന ആ ഒരു ട്യൂബിനെയായിരുന്നു നമ്മൾ വാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്രിപ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോർ സ്കിന്നിനെയാണ് നമ്മൾ പ്രിപ്യൂസ് എന്ന് പറയുന്നത്. ഗ്ലാൻസ് എന്ന് പറയുന്നത് ഗ്ലാൻസ് പെനിസിനെയാണ്. അപ്പൊ ഏത് ടിഷ്യൂസ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ഏത് ടിഷ്യൂ ആണ്? കോർപ്പസ് കാവർനോസ എന്ന് പറയുന്ന ടിഷ്യൂസ് ആണ്
ഈ ഒരു ഇറക്ഷന്റെ സമയത്ത് ഓവർഫിൽഡ് ആയിട്ട് ബ്ലഡ് ഓവർഫിൽഡ് ആയിട്ട് ഇറക്ഷൻ കാരണമാകുന്നത് ഈ ഒരു ടിഷ്യൂസിന്റെ കാരണം കൊണ്ടാണ്. എന്തായിരുന്നു? കോർപ്പസ് കാവർണോസ. മറന്നു പോകരുത്, പേര് നമുക്ക് ഒരിക്കലും ഓർമ്മ നിൽക്കില്ല. കോർപ്പസ് ലൂട്ടി എന്നൊക്കെയാ എനിക്ക് ഓർമ്മ വരുന്നത്, സ്ത്രീകളിലെ കോർപ്പസ് ലൂട്ടി എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ ഇത് മറന്നു പോകരുത് നിങ്ങൾ, കോർപ്പസ് കാവർണോസ. റാഷണൽ എന്താന്ന് നോക്കാം. The corpus cavernosa is responsible for penile erection by filling with blood. അതായത് ഈ കോർപ്പസ് കാവർണോസ എന്ന് പറയുന്ന ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു? ബ്ലഡുമായിട്ട് ബ്ലഡ് അതിൽ ഫില്ല് ചെയ്ത് അത് മൊത്തം ഭയങ്കരമായിട്ട് ഫില്ല് ചെയ്യും. അപ്പൊ അങ്ങനെ തിക്കായിട്ട് ഈ ടിഷ്യൂസ് അങ്ങ് ഫില്ല് ചെയ്ത് അങ്ങ് ഇതാവും. അതുകൊണ്ടാണ് ഇവന്മാര് ഇറക്ഷന് കാരണമാകുന്നത്. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? What tissue fills with blood during an erection? 4 objectives ഉണ്ട്. Glands, prepuce, corpus cavernosa, vas deferens. എന്തായിരുന്നു ആൻസർ? Corpus cavernosa. അടുത്ത ക്വസ്റ്റ്യൻ. Which organ produces a clear lubricating fluid? ഒരു ക്ലിയർ ആയിട്ടുള്ള ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അതെന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു? ഫ്രക്ടോസ് റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരായിരുന്നു എന്നായിരുന്നു. അത് ആരായിരുന്നു? നിങ്ങൾ മറന്നോ? ആരായിരുന്നു? സെമിനൽ വെസിക്കിൾ ആയിരുന്നു. ഇവിടെ വീണ്ടും ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ഏത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏത് ഓർഗൻ ആണ്? അല്ലെ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏത് ഓർഗൻ ആണ് ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ്, ക്ലിയർ ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നേ എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ടെസ്റ്റിസ്, സെമിനിവെസിക്കിൾ, ബൾബോ യുറേത്രൽ ഗ്ലാൻസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇതിൽ ടെസ്റ്റിസ് ഏറെക്കുറെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് മനസ്സിലായി ടെസ്റ്റിസ് എന്താണെന്ന്. സെമിനിവെസിക്കിളിനെ കുറിച്ചും ഒരു അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ക്ലിയർ ആയിട്ടുള്ള ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത് ആരാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആരാണ്? ബൾബോ യുറേത്രൽ ഗ്ലാൻസ്. ബൾബോ യുറേത്രൽ ഗ്ലാൻസ്. ഓക്കെ. Bulbourethral glands secrete pre-ejaculate fluid to lubricate the urethra. ഓക്കെ. ആ ഒരു പ്രീ ഇജാക്കുലേഷൻ, അതായത് സെമൻ പുറത്തു വരുന്നതിന് മുമ്പ് ഒരു ഫ്ലൂയിഡ് പുറത്തു വരും. ആ ഒരു ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൾബോ യുറേത്ര ഗ്ലാൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഒരു യുറേത്ര ലുബ്രിക്കേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൾബോ യുറേത്ര ഗ്ലാൻസ് ഈ ഒരു ക്ലിയർ ആയിട്ടുള്ള ലുബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഇൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വിച്ച് ഓർഗൻ പ്രൊഡ്യൂസസ് എ ക്ലിയർ ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. 4 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിസ്, സെമിനൽ വെസിക്കിൾ, ബൾബോ യുറേത്രൽ ഗ്ലാൻസ് ആൻഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബൾബോ യുറേത്രൽ ഗ്ലാൻസ് ആണ്. ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. മറന്നുപോവല്ലേ. ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഫോർ ലൂബ്രിക്കേറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. അതേപോലെ തന്നെ ഫ്രക്ടോസ് റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഫോർ നൗറിഷസ് ദ സ്പേം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം സെമിനൽ വെസിക്കിൾ. നിങ്ങൾക്ക് രണ്ടും മാറി പോകരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദി മിഡ് പീസ് ഓഫ് സ്പേം സെൽ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സ്പേം സെല്ലിന് ഒരു കുഞ്ഞൊരു തലയുണ്ട്, ഒരു ഉടലുണ്ട്, ഒരു വാലുണ്ട്, അല്ലെ? അപ്പൊ അവര് ചോദിച്ചിരിക്കുകയാണ് അതിലത്തെ സ്പേമിന്റെ മിഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തിന്റെ റോൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മറന്നു പോരുത്. സ്പേമിന്റെ സ്ട്രക്ചർ തല, വാല്, ഉടല്, അല്ലെ? തല, ഉടല്, വാല്, അല്ലെ? അപ്പൊ അതിലത്തെ മിഡിലുള്ള വാലിന്റെയും തലയുടെയും ഇടയ്ക്കുള്ള ആ ഒരു പീസിന്റെ റോൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോഴ്സ് DNA, helps in movement, contains mitochondria for energy, penetrates the egg. Stores DNA. DNA സ്റ്റോർ ചെയ്യുന്നത് ഉടലാണോ? അല്ല, തലയാണെന്ന് നമുക്കറിയാം. ഹെൽപ്സ് ഇൻ മൂവ്മെന്റ്. ഉടലാണോ? അല്ല, ആ വാലാണ് ഇട്ടിട്ട് അടിച്ചടിച്ച് അവന്മാര് പോകുന്നത്. കണ്ടെയ്ൻസ് മൈറ്റോകോൺട്രിയ ഫോർ എനർജി, പെനട്രേറ്റ് ദ എഗ്. എഗ് പെനട്രേറ്റ് ചെയ്യുന്നത് ഹെഡിന്റെ ആ ഒരു കൂർത്തിരിക്കുന്ന ഭാഗം കൊണ്ടാണ്. അപ്പൊ എന്തായിരുന്നു ആൻസർ? കണ്ടെയ്ൻസ് മൈറ്റോകോൺട്രിയ ഫോർ എനർജി. നമ്മൾ +1 +2 നമ്മൾ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നതാണ് എനർജി സെല്ല് അല്ലെങ്കിൽ എനർജി സ്റ്റോറേജ്. അല്ലെ? അപ്പം ഇവന്മാരുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ആ ഒരു എനർജി സ്റ്റോറേജ് ഇരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് മിഡ് പീസ് ആണ്. അതായത് തലയുടെയും വാലിന്റെയും ഇടയിലുള്ള, ഹെഡിന്റെയും ടൈലിന്റെയും ഇടയിലുള്ള ആ ഒരു മിഡ് പീസിലാണ് ഇവന്മാരുടെ
മൈറ്റോകോൺട്രിയ ഇരിക്കുന്നത്. ഈ മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഹെൽപ്സ് ഫോർ മൂവ്മെന്റ് അല്ലെ, ഫോർ മോട്ടിലിറ്റി ഓർ ദയർ ഫംഗ്ഷൻ. എങ്ങനെയാണ് അവര് എന്ത് ചെയ്യുന്നു? എനർജി കൊടുക്കുന്നു. Okay, and the midpiece has mitochondria that produce energy from sperm motility. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? വാട്ട് ഇസ് ദ റോൾ ഓഫ് ദി midpiece of a sperm cell? 4 objectives ഉണ്ട്. Stores DNA, helps in movement, contains mitochondria for energy, penetrates the egg. എന്തായിരുന്നു correct answer? Contains mitochondria for energy. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Where does spermatogenesis occur? Spermatogenesis occur. Okay. എന്താണ് ചോദിച്ചിരിക്കുന്നത്? Spermatogenesis, the development of sperm cells എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 objectives ഉണ്ട്. Prostate gland, vas deferens, seminiferous tubules, epididymis. ഈ seminiferous tubules ഇരിക്കുന്നത് ടെസ്റ്റിസിന്റെ അകത്താണ് ട്ടാ. കാരണം അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ നേരത്തെ നമ്മൾ പഠിച്ചതാണല്ലോ sperm പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റിസ് ആണ്. അതെ. അപ്പൊ ഇവിടെ വീണ്ടും അവർ എടുത്ത് ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ് സ്പേമിന്റെ ഉള്ളിലുള്ള സെമിനിഫറസ് ട്യൂബിൾസ് വെച്ചിട്ട്. സെമിനിഫെറസ് ട്യൂബിൾസ് പ്രസന്റ് ഇൻസൈഡ് ദ ടെസ്റ്റിസ് അല്ലെ. അപ്പൊ ഇവിടെ ടെസ്റ്റിസ് ആണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കാം, എന്നാൽ സെമിനിഫറസ് ട്യൂബിൾസ് ഇല്ല. ടെസ്റ്റിസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ടെസ്റ്റിസ് കൊടുക്കാം ആൻസർ. പക്ഷെ ടെസ്റ്റിസ് ഇവിടെ കൊടുത്തിട്ടില്ല, പകരം സെമിനിഫറസ് ട്യൂബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്തായിരുന്നു? കറക്റ്റ് ആൻസർ ഈസ് സെമിനിഫറസ് ട്യൂബിൾസ്. These tubules in the testis are where sperm production takes place. അല്ലേ? ടെസ്റ്റിസിന്റെ ഉള്ളിലിരിക്കുന്ന സെമിനിഫറസ് ട്യൂബുൾസിലാണ് ഈ ഒരു സ്പെർമാറ്റോജെനസിസ്. ജെനസിസ് എന്ന് വെച്ചാൽ ദ ഫോർമേഷൻ അല്ലേ. അപ്പൊ സ്പെർമാറ്റോജെനസിസ് എന്ന് വെച്ചാൽ എന്താ? സ്പെർം സെൽസ് ജനറേഷൻ എവിടെ വെച്ചിട്ടായിരുന്നു നടക്കുന്നത്? സെമിനിഫറസ് ട്യൂബുൾസ് വിച്ച് പ്രസന്റ് ഇൻസൈഡ് ദ ടെസ്റ്റിസ്. മനസ്സിലായോ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ടെസ്റ്റിസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒന്നും കൂടിയും ആരാണ് ടെസ്റ്റിസിന്റെ ഉള്ളിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, ടെസ്റ്റിസിന്റെ ഉള്ളിലിരിക്കുന്ന സെമിനിഫറസ് ട്യൂബിൾസ് ആണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നേ. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഇൻ സ്പേം ഡെവലപ്മെന്റ് കോൾഡ്? ഒരു സ്പേം ഡെവലപ്മെന്റിന്റെ ലാസ്റ്റ് സ്റ്റേജിനെ എന്താണ് വിളിക്കുന്നേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ദ ഫൈനൽ സ്റ്റേജ് ഇൻ സ്പേം ഡെവലപ്മെന്റ് കോൾഡ്? മിയോസിസ്, സ്പെർമാറ്റിഡ് ഫോർമേഷൻ, മെച്ചുറേഷൻ ഇൻ എപ്പിഡൈഡിമിസ്, മൈറ്റോട്ടിക് ഡിവിഷൻ. നമുക്ക് ഇതുവരെയുള്ള ഒരു ക്വസ്റ്റ്യന്റെ ആ ഒരു പോക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ആൻസർ കിട്ടും. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ഫൈനൽ സ്റ്റേജ് ആണ് അല്ലേ. ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മെച്ചുറേഷൻ അല്ലെ. ഇനി ഒരു പ്രായപൂർത്തിയാവുക എന്നതാണ് അവർക്കുള്ളൂ. അപ്പൊ ഈ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നത്? മെച്ചുറേഷൻ എവിടെയാണ് നടക്കുന്നത്? നമ്മൾ പലവട്ടം പറഞ്ഞു, എപ്പിഡൈഡിമിസിലാണ് അല്ലെ. എപ്പിഡൈഡിമിസിലാണ്. ഇനി അപ്പോ എപ്പിഡൈഡിമിസ് ആണ് നമുക്കറിയാം. അപ്പൊ ഓർത്തു നോക്കിയേ, മെച്ചുറേഷൻ ഇൻ എപ്പിഡൈഡിമിസ് അതിനെയാണ് സ്പേമിന്റെ ഫൈനൽ ഡെവലപ്മെന്റിന് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഒരു സ്പേമിന്റെ ഫൈനൽ ഡെവലപ്മെന്റിനെ പറയുന്ന പേരെന്താ? മെച്ചുറേഷൻ ഇൻ എപ്പിഡൈഡിമിസ്. എപ്പിഡൈഡിമിസിൽ മെച്ചുറേറ്റ് ആയി കഴിഞ്ഞാൽ അവന്മാര് പിന്നെ എങ്ങനെ പോവും? വാസ് ഡിഫറൻസ് വഴി ആ ഒരു ഇജാക്കുലേഷന് വേണ്ടിയിട്ട് യുറേത്രയിലേക്ക് പോവും. അപ്പൊ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെച്ചുറേഷൻ ആണ് അല്ലെ. അപ്പൊ ഈ മെച്ചുറേഷൻ എവിടെയാണ് നടക്കുന്നത്? എപ്പിഡൈഡിമിസ്. ഓക്കെ. Sperm become motile and mature in the epididymis before ejaculation. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. What prevents urine from mixing with semen during ejaculation? നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, യൂറിൻ പോകുന്നതും യുറേത്രയിൽ കൂടെ തന്നെ, സെമൻ പോകുന്നതും യുറേത്രയിൽ കൂടെ തന്നെ. അപ്പൊ എന്തുകൊണ്ട് ഒരു ഇജാക്കുലേഷന്റെ സമയത്ത് യൂറിൻ പുറത്തു പോകുന്നില്ല? എന്തുകൊണ്ടാണ്? അപ്പൊ അവിടെ നമുക്കൊരു കാര്യമുണ്ട് അല്ലെ. അവിടെ ആ ഒരു ഇജാക്കുലേഷന്റെ കറുത്ത് എന്തുകൊണ്ട് ആ ഒരു ഇജാക്കുലേഷന്റെ സമയത്ത് യൂറിനും കൂടെ പൊയ്ക്കൂടെ? യൂറിനും കൂടെ പോവാൻ സാധ്യതയില്ലേ? പക്ഷെ അതെങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നേ? ആരാണ്? വാട്ട് പ്രിവെന്റ് യൂറിൻ ഫ്രം മിക്സിംഗ് വിത്ത് സ്പെർമൻ ഡ്യൂറിങ് ഇജാക്കുലേഷൻ? ആരാണ് പ്രിവെന്റ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാസ് ഡിഫറൻസിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഇറ്റ് ക്യാരി മെച്ചുവർഡ് സ്പേം ഫ്രം ദി എപ്പിഡൈഡിമിസ് ടു ദി യുറേത്ര.
അത്രേ അവന്മാരുടെ ഫംഗ്ഷൻ ഉള്ളൂ. ദെൻ കോർപ്പസ് സ്പോഞ്ചിയോസം, ദെൻ സ്പിഞ്ചർ മസിൽസ്, ഗ്ലാൻഡ്സ്. അപ്പൊ എന്തായിരുന്നു, ആരായിരുന്നു? സ്പിഞ്ചർ മസിൽസ്. അവിടെ ഒരു സ്പിഞ്ചർ ഉണ്ട് അല്ലെ. യുറേത്രേനെ, അതായത് ബ്ലാഡറിൽ നിന്നും ഈ ഒരു യുറേത്ര വഴി യൂറിൻ പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അല്ലെ, ആ ഒരു ഓപ്പണിങ്ങിന്റെ അവിടെ, ബ്ലാഡറിൽ നിന്നും യുറേത്രയിലേക്കുള്ള ഒരു ഓപ്പണിങ്ങിന്റെ അവിടെ ഒരു സ്പിഞ്ചർ മസിൽ ഉണ്ട്. അവന്മാര് ആ മസിൽസ് അങ്ങ് കൺട്രാക്ട് ചെയ്യും ഈ ഒരു ഇജാക്കുലേഷന്റെ സമയത്ത്. ബോഡി മുഴുവൻ കൺട്രാക്ട് ചെയ്യും എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ അപ്പോ എന്തുണ്ടാവുന്നു, ആ ഒരു ഓപ്പണിങ്ങും കൺട്രാക്ട് ചെയ്യുന്നു, സ്പിഞ്ചർ മസിൽ അങ്ങ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ യൂറിൻ പുറത്തു പോകുന്നില്ല, പകരം സെമന് പോകാം. മനസ്സിലായോ? അപ്പൊ ആരാണ് ഹു പ്രിവെന്റ്സ് ദ യൂറിൻ ഫ്രം മിക്സിംഗ് വിത്ത് സെമൻ ഡ്യൂറിങ് ഇജാക്കുലേഷൻ? ആരായിരുന്നു? സ്പിഞ്ചർ മസിൽ. സ്പിഞ്ചർ മസിൽ കൺട്രാക്ട് ടു ബ്ലോക്ക് യൂറിൻ ഫ്ലോ ഡ്യൂറിങ് ഇജാക്കുലേഷൻ. മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് പാർട്ട് ഓഫ് ദി സ്പേം ക്യാരീസ് ജനറ്റിക് ഇൻഫോർമേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടായിരുന്നു, മിഡ് പീസ് എന്താണ് ക്യാരി ചെയ്യുന്നതെന്ന്. മിഡ് പീസ് എന്തായിരുന്നു ക്യാരി ചെയ്യുന്ന പിള്ളേരെ? മൈറ്റോകോൺട്രിയ ഫോർ എനർജി. മറന്നു പോലെ കേട്ടോ, മൈറ്റോകോൺട്രിയ ഫോർ എനർജി. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജനറ്റിക് ഇൻഫോർമേഷൻ ആരാ ക്യാരി ചെയ്യുന്നത്? ഹെഡ് ആണ് അല്ലെ. ഹെഡ് മാത്രമാണ് ഒരു ഓവത്തിലേക്ക് കുത്തി കയറി ഉള്ളിലേക്ക് കയറി അവര് ഫ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ജനറ്റിക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്നത്, അത്രയും വലിയ നമ്മൾ പറയില്ല ഒരു ഇൻഫോർമേഷനും കൊണ്ടാണ് ഇവമാര് പോകുന്നത്. ജനറ്റിക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്നത് ആരായിരുന്നു? സ്പെർമിന്റെ ഏത് പാർട്ടായിരുന്നു? ഹെഡ്. 4 ഓപ്ഷൻസ് അപ്പോഴും കൊടുത്തിട്ടുണ്ട്. ടൈല്, മിഡ്പീസ, ഹെഡ്, അക്ടോസോ. ആരായിരുന്നു? ഹെഡ് ആണ്. ദ ഹെഡ് കണ്ടെയ്ൻസ് ദ ന്യൂക്ലിയസ് വിത്ത് DNA. ഹെഡിലാണ് DNA ഇൻക്ലൂഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇരിക്കുന്നത്. എവിടെയായിരുന്നു? സ്പെർമിന്റെ DNA-യിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഹോർമോൺ ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ മെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്? അല്ലെ, ഒരു പുരുഷത്വം എന്നൊക്കെ നമ്മൾ പറയില്ലേ, നീ ഒരു പുരുഷനാണോ എന്നൊക്കെ ഇപ്പോഴല്ല, ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും. അങ്ങനെ ഒരു പുരുഷത്വം ഉളവാക്കുന്ന എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിന് ഏത് ഹോർമോണാണ് കാരണമാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഹോർമോൺ ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ മെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്? എന്തൊക്കെയാ? നല്ല കട്ടിത്താടി, കട്ടിമീശ അല്ലെ, മേല് മുഴുവനും എന്താണ് എന്താണ് രോമങ്ങള്, നല്ല ഗാംഭീര്യമുള്ള സൗണ്ട് അല്ലെ, നല്ല മസ്കുലൈൻ നേച്ചർ. ഇതൊക്കെയാണ് ഒരു വലിയൊരു പുരുഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പോഴും ഇതൊന്നും ഒരു എന്താണ്, ഇതൊന്നും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലേ പുരുഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ അപ്പന്റെ അമ്മയുടെ ഒക്കെ കാലത്ത് പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു, ഭയങ്കര മസ്കുലിൻ നേച്ചർ ആയിട്ടുള്ള, നിറച്ചു മേല് മുഴുവനും കരടിനെ പോലെ രോമങ്ങളൊക്കെയുള്ള, താടിയും മുടിയും മീശയൊക്കെയുള്ള, ഭയങ്കര ബലവും ശക്തിയുള്ള വലിയൊരാളായിരുന്നു അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എങ്കിലും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ടെസ്റ്റോസ്റ്റിറോൺ. നിങ്ങൾ കണ്ടിട്ടില്ലേ, മെയിൽ ഹോർമോൺസ് സ്ത്രീകളിൽ കൂടുന്നത് കൊണ്ടാണ് PCOD അല്ലെങ്കിൽ PCOS അല്ലെങ്കിൽ അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഓർ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരെണ്ണാണ് ഹിർസൂട്ടിസം. എന്ന് വെച്ചാൽ എന്താ? മേല് മുഴുവനും അല്ലെങ്കിൽ മുഖം മുഴുവനും, അതായത് അമിത രോമ വളർച്ച. അതെന്ന് പറയണത് ഈ ഒരു മെയിൽ സെക്സ് ഹോർമോൺ ഫീമെയിൽസിൽ കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഏത് ഹോർമോൺ ആണ് ഒരു പുരുഷൻ എന്നുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് കാരണമാകുന്നത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായിരുന്നു? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഈ ടെസ്റ്റോസ്റ്റിറോണിനെ കുറിച്ച് നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചായിരുന്നോ? നിങ്ങൾ മറന്നോ? ആരാണ് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന മക്കളെ? ആരാണ്? പേരിൽ നിന്ന് തന്നെ ഉണ്ട്, ടെസ്റ്റിസ്. ഓക്കെ, ഇനി മറക്കല്ലേ ട്ടാ. Testosterone is the primary male hormone produced by the testes. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which gland surrounds the urethra? ഏത് ഗ്ലാൻഡ് ആണ് യുറേത്രനെ സറൗണ്ട് ചെയ്യുന്നത്? And helps form semen. ഏത് ഗ്ലാൻഡ് ആണ് യുറേത്രനെ യുറേത്രനെ സറൗണ്ട് ചെയ്യണത്? അതുമാത്രല്ല, ഹെൽപ്സ് ഫോം സെമൻ. സെമനെ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സെമനെ ഫോർമേഷൻ ഓഫ് സെമന് ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? യുറേത്രനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണെന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
നിങ്ങൾക്ക് നിങ്ങൾ ആൻസറിലേക്ക് നോക്കാണ്ട് തന്നെ ഊഹിച്ചോണം. യുറേത്രേനെ കവർ ചെയ്തിരിക്കുന്ന ഗ്ലാൻഡ് ആണ് അത്. ഫോർമേഷൻ ഓഫ് സെമൻ ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ആരാണ്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇനി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് മറക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലെ വീക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പ്രോസ്റ്റേറ്റോ മെഗാലി. അതായത് ഒരു 10-45 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മെയില് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഒരു കോമൺ ഡിസീസ് കണ്ടീഷൻ ആണ് പ്രോസ്റ്റേറ്റോ മെഗാലി. അപ്പൊ ഈ പ്രോസ്റ്റേറ്റോ മെഗാലി എന്ന് പറയുന്നത് നമ്മുടെ യുറേത്രേനെ, അതായത് മെയിലിന്റെ യുറേത്രേനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നീർവീക്കം കൊണ്ട് ഈ ഒരു യുറേത്ര അങ്ങ് അടഞ്ഞു പോകും. അപ്പൊ എന്തുണ്ടാവണേ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് ഇങ്ങനെ സ്പില്ലേജ് ഓഫ് യൂറിൻ. അവർക്ക് മര്യാദക്ക് യൂറിൻ പോവില്ല, തുള്ളി 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 തുള്ളിയായിട്ടേ പോവുള്ളൂ. ബ്ലാഡർ കംപ്ലീറ്റ് ആക്കാൻ ഇൻവോളണ്ടറി അല്ലെ, ബ്ലാഡർ കംപ്ലീറ്റ് ആയി യൂറിൻ പാസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പ്രോസ്റ്റേറ്റോമെഗാലി ആണ്, പ്രോസ്റ്റേറ്റിനുള്ള നീർവീക്കാണ്. ഈ ഒരു പ്രോസ്റ്റേറ്റ് ഇരിക്കുന്നത് യുറേത്രയുടെ ചുറ്റിനുമാണ്. അപ്പൊ ഈ പ്രോസ്റ്റേറ്റ് അമിതമായി വളരുമ്പോൾ, അമിതമായി നീർവീക്കം വരുമ്പോൾ യുറേത്രേനെ ബ്ലോക്ക് ചെയ്യും. ഈ യുറേത്രേനെ ബ്ലോക്ക് ചെയ്യുന്നത് വഴി യൂറിൻ കറക്റ്റ് ആയിട്ട് എംപ്റ്റി ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. മെയിൻ കാരണം, മെയിൻ ഒരു സിംറ്റം എന്ന് പറയുന്നത് യൂറിൻ അല്ലെ, യൂറിൻ കറക്റ്റ് ആയിട്ട് എംപ്റ്റി ആവുന്നില്ല എന്നുള്ളതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഓർത്തിരിക്കാനാ പറഞ്ഞത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓർഗൻ അല്ലെങ്കിൽ വിച്ച് ഗ്ലാൻഡ് സറൗണ്ട് ദ യുറേത്ര ആൻഡ് പ്രൊഡ്യൂസ് ഓർ ആൻഡ് ഫോം സെമൻ. സെമൻ പ്രൊഡ്യൂസ് ചെയ്താണ് സത്യത്തില് പ്രോസ്റ്റേറ്റിന്റെ പണി. പക്ഷെ ഇവ മാറിയിരിക്കുന്നത് യുറേത്രയുടെ ചുറ്റിനുമാണ്. മനസ്സിലായോ? ഓക്കെ. The prostate adds fluid to semen and surrounds part of the urethra. ഓക്കെ. അപ്പൊ ഏത് ഗ്ലാൻഡ് ആയിരുന്നു യുറേത്രയുടെ ചുറ്റിനും ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ ഓർത്തോണം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം? മെയിൻ ഫങ്ഷൻ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിൽ വേണമെങ്കിലും നമ്മൾ പറയും അല്ലെ. 4 ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. ടു ഡൈജസ്റ്റ് ഫുഡ്. ആ ഒബ്ജക്റ്റീവ് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഡൈജസ്റ്റ് ചെയ്യുന്നില്ലല്ലേ. ആഹാ. ടു പ്രൊഡ്യൂസ് യൂറിൻ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസ് യൂറിൻ എഴുതാൻ പാടോ? നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ യുറേത്ര കോമൺ വേ ആണല്ലോ, അപ്പൊ അങ്ങനെ ഒരു ആൻസർ ഒരിക്കലും എഴുതരുത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ടു പ്രൊഡ്യൂസ് ആൻഡ് ഡെലിവർ സ്പെർം, ടു റെഗുലേറ്റ് ഹോർമോൺസ്. മെയിൻ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അവിടെ ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്, ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മെയിൻ ഹോർമോൺ, മെയിൻ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു ആൻസർ? ടു പ്രൊഡ്യൂസ് ആൻഡ് ഡെലിവർ സ്പെർം. കാരണം എന്താ? അതാണ് മെയിൻ ഫംഗ്ഷൻ. കാരണം എന്താ? അടുത്തൊരു ഓഫ് സ്പ്രിങ്, അടുത്തൊരു ജനറേഷനിലേക്കുള്ള ഒരു വഴിയാണ് ഈ ഒരു ടു പ്രൊഡ്യൂസ് ആൻഡ് ഡെലിവർ സ്പെർം എന്ന് പറയുന്നത് അല്ലെ. The primary role is production via sperm production and transfer. മെയിൻ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്പെർം പ്രൊഡക്ഷൻ ആണ്, കൂടാതെ ട്രാൻസ്ഫർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പാർട്ട് ഓഫ് ദി പെനിസ് ഈസ് ഹൈലി സെൻസിറ്റീവ് ആൻഡ് ഫോം ദ ടിപ്പ്? അതായത് ഏത് പെനിസിന്റെ ഏത് പാർട്ടാണ് ഏറ്റവും ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഷാഫ്റ്റ്, ഗ്ലാൻസ്, കോർപ്പസ് കാവർണോസ, യുറേത്ര. ഗ്ലാൻസ് എന്ന് പറയുന്ന ഭാഗം, അതായത് ആ ഒരു ഹെഡിന്റെ ആ ഒരു ഭാഗമാണ്, ആ ഒരു പെർപ്യൂസ് മാറ്റിയിട്ട് ഫോർസ്കിൻ മാറ്റിയിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ. So, rational എന്താ? Glans is the rounded sensitive end of the penis. പെനിസിന്റെ റൗണ്ടഡ് ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്? ഗ്ലാൻസ്. ഓക്കെ. അപ്പൊ വിച്ച് പാർട്ട് ഓഫ് ദി പെനിസ് ഈസ് ഹൈലി സെൻസിറ്റീവ് ആൻഡ് ഫോംസ് ദ ടീപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗ്ലാൻസ്. ഓക്കെ. which of these is not part of the pathway of sperm? സ്പേമിന്റെ പാത്വേ അല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെസ്റ്റിസ്, യുറേത്ര, സെമിനൽ വെസിക്കിൾ, കിഡ്നി അല്ലെ. കേൾക്കുമ്പോ തന്നെ അറിയാം ടെസ്റ്റിസ് ആണ് സ്പേമിനെ ഉണ്ടാക്കണേ. യുറേത്ര കൂടെയാണ് ഇജാക്കുലേഷൻ വഴി സ്പേം പുറത്തു പോകുന്നത്.
സെമിനൽ വെസിക്കിളിലാണ് അവന്മാര് മെച്ചുറേഷന് വേണ്ടിയിട്ട് പോയിരിക്കുന്നത്. പിന്നെ ആരാ? കിഡ്നി. കിഡ്നി യൂറിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, സ്പെർമുമായിട്ടും അല്ല, അല്ലേ? The kidneys are part of the urinary system, not the reproductive system. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which part of the sperm enables it to swim towards the egg? ഏത് പാട്ടാണ്? നമ്മളിപ്പോ 3 പാർട്ടിനെ കുറിച്ചും പഠിച്ചു. 3 പാർട്ട് ആരൊക്കെയായിരുന്നു സ്പെർമിനുള്ളത്? ഹെഡ്, മിഡ് പീസ് അല്ലെങ്കിൽ മിഡ് പാർട്ട് ആൻഡ് ടെയിൽ. അങ്ങനെ 3 പാർട്ടായിരുന്നു ഉള്ളത്. DNA അല്ലെങ്കിൽ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ജനറ്റിക് ഇൻഫോർമേഷൻ ഒക്കെ ഉള്ളത് ഹെഡിലാണ്. മിഡ് പീസ് അല്ലെങ്കിൽ മിഡ് പാർട്ടിലുള്ളത് മൈറ്റോകോൺട്രിയ ഫോർ എനർജി ആണ്. ആൻഡ് ടെയിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? മോട്ടിലിറ്റിക്കാണ്. അവരെ നീന്തി അല്ലെങ്കിൽ അവർക്ക് ചലിച്ച് അവര് ആ ഒരു എഗ്ഗിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അവരുടെ വാലാണ്. ഹെഡ് എന്താണെന്നറിയാം, മിഡ് പീസ് എന്താണെന്നറിയാം, അക്രോസോമിയെ കുറിച്ച് നമ്മളിവിടെ ചോദിച്ചിട്ടില്ല. ആൻഡ് ടെയിൽ. അപ്പൊ എന്തായിരുന്നു ആൻസർ? ദ ടെയിൽ. ദ ടെയിൽ propels the sperm forward. അല്ലെ? ഇങ്ങനെ 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 നീന്തി 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 ഈ നമ്മുടെ വാൽമാക്രി നീന്തണ പോലെ ഇങ്ങനെ ഇങ്ങനെ നീന്തി 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 എഗ്ഗിലേക്ക് എത്തുന്നു. അതിന്റെ ഇടയിൽ പലരും വഴിതെറ്റി സഞ്ചരിക്കും, അല്ലെ? എഗ്ഗിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുന്നത് വളരെ നമ്മൾ പറയുന്നത് 10-15 മില്യൺ ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ. ആ മില്യൺ ആൾക്കാരില് കുറച്ചുപേര് അവിടെ പോവും, കുറച്ചുപേര് ഇവിടെ പോവും, കുറച്ചുപേര് വഴിയറിയാതെ നിൽക്കും. ഇതില് വഴിയറിയാതെ നിന്നവരാണെങ്കിലും വഴിയറിയാണ്ട് നിൽക്കുന്നവരാണെങ്കിലും കറക്റ്റ് ആയിട്ട് എത്തുന്നവരാണെങ്കിലും അത് വാല് വെച്ചിട്ട് നമ്മുടെ വാൽമാക്രീനെ പോലെ നീന്തി നീന്തിയാണ് അവർ പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് ഏതാണെന്നറിയാവോ? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. നേരത്തെ ഞാൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്തപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ, ഇനിയും ഇതേപോലെ തന്നെ ഓരോ സിസ്റ്റത്തിന്റെ ഓരോ സിസ്റ്റം പോട്ടെ ഓരോ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്ത് പഠിക്കാൻ നോക്കാം. ഒന്നും കൂടി നമുക്ക് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓർഗൻ പ്രൊഡ്യൂസസ് സ്പെർം ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ? ഏത് ഓർഗൻ ആണ് സ്പെർമും ടെസ്റ്റോസ്റ്റിറോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. എന്തായിരുന്നു ആൻസർ? ടെസ്റ്റിസ് ആണ്. സ്പെർമും ടെസ്റ്റോസ്റ്റിറോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ടെസ്റ്റിസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്ട്രക്ചർ സ്റ്റോർസ് ആൻഡ് മെച്യൂർസ് സ്പെർം സെൽസ്? സ്പെർം സെൽസിനെ സ്റ്റോർ ചെയ്യുന്നതും മെച്യൂർ ചെയ്യുന്നതും ഏത് സ്ട്രക്ചർ ആയിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു ആൻസർ? എപ്പിഡൈഡിമിസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ട്യൂബ് ദാറ്റ് ക്യാരീസ് സ്പെർം ഫ്രം ദി എപ്പിഡൈഡിമിസ് ടു യുറേത്ര? എപ്പിഡൈഡിമിസിൽ നിന്നും യുറേത്രയിലേക്ക് എത്തിക്കുന്ന, അതായത് സ്പെർമിനെ എത്തിക്കുന്ന ട്യൂബ് ആരാണെന്നാണ് ചോദിച്ചത്. എന്താണ്? എപ്പിഡൈഡിമിസിൽ നിന്നും യുറേത്രയിലേക്ക് സ്പെർമിനെ എത്തിക്കുന്ന ട്യൂബ് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ട്യൂബ് ആരായിരുന്നു? വാസ് ഡിഫറൻസ്. Which gland produces a fluid rich in fructose? Fructose rich ആയിട്ടുള്ള ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആരാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആരായിരുന്നു? സെമിനൽ വെസിക്കിൾ. Which of the following structures is not an external genital organ? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുറത്തെ എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻ അല്ലാത്ത ഒരു സ്ട്രക്ചർ ഏതായിരുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ. എപ്പിഡൈഡിമിസ്. എപ്പിഡൈഡിമിസ്. What is the function of the scrotum? സ്ക്രോട്ടത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു? To regulate testicular temperature. To regulate testicular temperature. Urethra passes through which organ? ഏത് ഓർഗനിൽ കൂടിയാണ് യുറേത്ര പാസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. പെനീസ്. What tissue fills with blood during an erection? ഇറക്ഷന്റെ സമയത്ത് ആരാണ്, ഏത് ടിഷ്യൂസ് ആണ് ബ്ലഡ് ഫില്ല് ചെയ്ത് ഇറക്ഷൻ എന്ന് പറയുന്നതിന് കാരണമാകുന്നത്? ഏത് ടിഷ്യൂസ് ആണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. കോർപ്പസ് ക്യാവർനോസ. Which organ produces a clear lubricating fluid? ഒരു ക്ലിയർ ആയിട്ടുള്ള lubricating fluid പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻ in male reproductive system ഏതായിരുന്നു ക്വസ്റ്റ്യൻ. ബൾബോ യുറേത്രൽ glands. What is the role of the midpiece of a sperm cell? Sperm cellന്റെ midpieceന്റെ റോൾ എന്താണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. Contains mitochondria for energy. Where does spermatogenesis occur?
എവിടെയാണ് സ്പെർമാറ്റോജെനിസിസ് ഒക്കർ ചെയ്യുന്നത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. എവിടെയായിരുന്നു? സെമിനിഫറസ് ട്യൂബൂൾസ്. സെമിനിഫറസ് ട്യൂബൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബൂൾസ് എവിടെ ഇരിക്കുന്ന മക്കളെ? ടെസ്റ്റിസിലാണ് ട്ടാ. അപ്പൊ നിങ്ങൾ സെമിനിഫറസ് ട്യൂബൂൾസ് അല്ലാതെ ടെസ്റ്റിസ് ആണ് ആൻസർ ഒരു ഒബ്ജക്റ്റീവ് വന്നേണെങ്കിൽ സ്പെർമാറ്റോജെനിസിസ് ഒക്കർ എന്ന് ചോദിച്ചിട്ട് സെമിനിഫറസ് ട്യൂബൂൾസ് ഇല്ല ടെസ്റ്റിസ് ഉള്ളുവെങ്കിൽ നിങ്ങൾ ടെസ്റ്റിസ് കൊടുക്കണം. ടെസ്റ്റിസ് അല്ല സെമിനിഫറസ് ട്യൂബൂൾസ് ആണെങ്കിൽ നിങ്ങൾ സെമിനിഫറസ് ട്യൂബൂൾസ് കൊടുക്കണം. മനസ്സിലായല്ലോ? What is the final stage in sperm development? ഏറ്റവും ഫൈനൽ സ്റ്റേജ് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചായിരുന്നു? മെച്ചുറേഷൻ. എവിടെയാണ് നടക്കുന്നത്? എപ്പിഡൈഡിമീസ്. What prevent urine from mixing with semen during ejaculation സമയത്ത് സെമനുമായിട്ട് യൂറിൻ മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് പ്രിവെന്റ് ചെയ്യണേന്നായിരുന്നു ചോദ്യം. സ്പിഞ്ചർ മസിൽ. സ്പിഞ്ചർ മസിൽ. Which part of the sperm carries genetic information? ഏത് സ്പെർമിന്റെ ഏത് പാർട്ടാണ് ജെനറ്റിക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആരായിരുന്നു? ഹെഡ്. Which hormone is mainly responsible for male sexual characteristics? മെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആരായിരുന്നു? ടെസ്റ്റോസ്റ്റിറോൺ. Which gland surrounds the urethra and helps form semen? സെമൻ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സെമൻ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും അത് മാത്രമല്ല എന്താ യുറേത്ര എന്ന് പറയുന്ന യുറേത്രനെ സറൗണ്ട് ചെയ്ത് ഇരിക്കുന്നതുമായിട്ടുള്ള ഗ്ലാൻഡ് ഏതായിരുന്നു ക്വസ്റ്റ്യൻ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. What is the main function of the male reproductive system? Male reproductive systemത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? To produce and deliver sperm. What part of the penis is highly sensitive and form the tip? എന്തായിരുന്നു? Glands. Glands. Which of these is not a part of the pathway of sperm? ഇതിലെ സ്പെർമിന്റെ പാത്വേ അല്ലാത്തത് ആരാണ്? Kidneys. Which part of the sperm enables it to swim towards the egg? എഗ്ഗിന്റെ അടുത്തേക്ക് നീന്തി പോവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പാർട്ട് ഏതായിരുന്നാണ് ക്വസ്റ്റ്യൻ. ടെയിൽ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ മനസ്സിലായെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും എഴുതിയെടുത്തെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹം പോലെ ജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ അല്ല ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. നന്നായി പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ബൈ.